ഇപ്പോൾ ബാഡ് ബോയ്സിന്റെ കഥ ഒമറാണോ ആദ്യം പറയുന്നത് അതോ ഷീലു ആയിരുന്നോ റഹ്മാൻ സാറിനോട്? ഒമറായിരുന്നു. അപ്പം വിളിച്ചു പറയുമ്പം കാരണം എനിക്ക് തോന്നുന്നു ഇല്ലേ ബാബുചേട്ടൻ, റഹ്മാൻ സാറിനെ ഒരു നോക്കിയാൽ വളരെ ചൂസി ആയിട്ട് സിനിമകൾ ചെയ്യുന്ന ആളാണ്. അപ്പം എന്തെങ്കിലും നമുക്ക് ഭയങ്കര പ്രതീക്ഷിക്കാവുന്ന ഒരു കാര്യം ഇതിനകത്ത് ഉണ്ടായിരിക്കും എന്ന് തന്നെ വിചാരിക്കുന്നു. എന്ത് ഘടകമായിരിക്കും റഹ്മാൻ സാറിനെ ആകർഷിച്ചിട്ടുണ്ടാവുക? ഈ കഥയും ഈ കഥാപാത്രവും ആൻറ്റപ്പിന്റെ കഥാപാത്രവും ഒരുപാട് ഇത് ത്രില്ലടിച്ചൊരു ക്യാരക്ടർ ഇതാണ്. പക്ഷെ ഞാൻ ഇതുവരെ ചെയ്യാത്തൊരു സാധനം ആയതുകൊണ്ട് ഇത് നമുക്ക് കോമഡി സിനിമ ഇഷ്ടമാണ്, ചെയ്യാനൊരു ആഗ്രഹമുണ്ട്. പക്ഷെ ധൈര്യം എന്ന് പറഞ്ഞ സാധനം കുറച്ച് കുറവാണ് ഈ കാര്യത്തിലൊക്കെ. കഥ കേട്ടപ്പോൾ ഞാൻ ഒരുപാട് ചിരിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നീട് ഞാൻ ലുലുവിൻ്റെ അടുത്ത് ചോദിച്ചു, ഇതിലെങ്ങനെ എന്നെ കാണുന്നത്, എന്ത് ധൈര്യത്തിലാണ് എന്നെ ഇങ്ങനെ കാണുന്നത് ഈ കോലത്ത്. ഇല്ല സാർ, സാറ് പേടിക്കണ്ട, അതൊക്കെ നമ്മൾ ഏറ്റു, സാറ് ചെയ്യും, എനിക്കറിയാമെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാനൊന്ന് ആലോചിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് തുടങ്ങിയത്. സോ പിന്നെ അവിടുന്ന് എബ്രഹാം സാറിനെ കണ്ടു, ഞങ്ങളോട് സംസാരിച്ചു. ഈ കഥയിൽ ആദ്യം ഉണ്ടായിരുന്ന സ്റ്റാർ കാസ്റ്റ് എനിക്ക് കുറച്ച് മിസ്കാസ്റ്റ് പോലെ തോന്നി. ഒന്ന് എബ്രഹാം സാറുമായിട്ടൊക്കെ സംസാരിച്ചു, നമുക്ക് കാസ്റ്റ് ഒന്ന് റീഗ്രൂപ്പ് ചെയ്താൽ നന്നായിരിക്കും, എന്നിട്ട് നമുക്ക് തുടങ്ങാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ അതിൻ്റെ ഒരു ഇത്. പിന്നെ ഈ സ്റ്റോറി എന്ന് പറയുന്നത് ഇത് വളരെ കളർഫുള്ളാണ്. ആൻഡ് നമ്മുടെ മെയിൻ തിങ് വെച്ചാൽ ഓണത്തിന് ഇറക്കാൻ വേണ്ടി ഒരു സിനിമ. അപ്പൊ അത് മനസ്സിൽ കണ്ടുകൊണ്ട് ഒരു ഫാമിലി എന്റർടൈനർ ആയിരിക്കണം എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ഒമർ ലുലുക്കും അതായിരുന്നു. ഒമർ ലുലു ആണ് പറയുന്ന ഈ സാധനം നമുക്ക് ഓണത്തിന് ഇറക്കാം, ഇതെല്ലാം ചെയ്യാം. ഞാൻ പറഞ്ഞു എല്ലാവരും ഇങ്ങനെ പറയും, പക്ഷെ അവസാനം അത് തള്ളിപ്പോയി, അത് നടന്നില്ല, ഇത് നടന്നില്ല. പിന്നെ ഇത്രയും വലിയൊരു പ്രോജക്റ്റ്, അതിനനുസരിച്ച് പ്രൊഡ്യൂസർ ആരായിരിക്കും. അങ്ങനെയാണ് അബാ മൂവീസിനെ പറ്റി ഇങ്ങനെ പറയുന്നത്. ഞാൻ അവരുടെ അടുത്ത് നിന്ന് അപ്രോച്ച് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. അപ്പം അബാ മൂവീസ് കേട്ടെടുത്തോളം അവർ ഏത് സിനിമ ഇതുവരെ എല്ലാം ഇറക്കിയിട്ടുണ്ട്, മീൻസ് ഒന്നും ഡിലേ ആക്കിയിട്ടില്ല. അങ്ങനെ ഒരു 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 ഗുഡ് നെയിം ഇവർക്കുണ്ട് ബാക്കിൽ. ഞാൻ അവരുടെ പ്രൊഡക്ഷൻ ഒന്നും വർക്ക് ചെയ്തോ അല്ല ഇവർ നേരത്തെ ഒന്നും എനിക്കറിയില്ല, പക്ഷെ കേട്ടിട്ടുണ്ട് പുതിയ വന്ന പ്രൊഡ്യൂസേഴ്സാണ് അങ്ങനെയൊക്കെ. അവർ കൊള്ളാം, നമുക്ക് ചോദിച്ചു നോക്ക്, അവർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചെയ്യാന്നുള്ളത്. ആൻഡ് അങ്ങനെയാണ് ഷീലു ഇതിൽ ഇത് വരുന്നത്. ആൻഡ് അഫ്കോഴ്സ് ഇതിൻ്റെ ഈ ഒരു സംഭവം ഇങ്ങനെ വരണം എന്നൊക്കെ സത്യം പറയുകയാണെങ്കിൽ ഷീലുയുടെ ഒരു ആഗ്രഹം കൂടിയാണ്. ഷീലു എന്താണെന്നറിയില്ല, ഈ പ്രോജക്റ്റിനോട് ഒരുപാട് താല്പര്യം കാണിച്ച് ഈ പ്രോജക്റ്റ് ഇതുവരെ എത്തിച്ചതും ഷീലുവിൻ്റെ ഒരു കഴിവ് കൊണ്ടാണെന്ന് ഞാൻ പറയാം. നോട്ട് ഓൺലി ആസ് ദ ഹീറോയിൻ ഓഫ് ദ മൂവി ബട്ട് ഓൾസോ ആസ് എ പ്രൊഡ്യൂസർ ഓഫ് ദ മൂവി. കാരണം ഈ മലയാളത്തിൽ ഇങ്ങനെ നല്ലൊരു കമ്പനി, ഇങ്ങനെ നല്ലൊരു പ്രൊഡക്ഷൻ ഉള്ളത് ഒരുപാട് കാലത്തിന് ശേഷം ഞാൻ, കാരണം പണ്ട് നമുക്ക് ഗൃഹലക്ഷ്മി ഉണ്ടായിരുന്നു, അങ്ങനെ നല്ല കമ്പനീസ് ഉണ്ടായിരുന്നു. പ്രൊഡക്ഷൻ എന്ന് പറയുമ്പം ചുമ്മാ സിനിമ എടുക്കാൻ മാത്രമല്ല, അത് ഹോസ്പിറ്റാലിറ്റിൻ്റെ ഒരു ഭാഗമായിട്ട് കാണുന്നു. ഓരോരുത്തരുടെ കാര്യത്തിലും ഓരോ ആർട്ടിസ്റ്റ് അവിടെ വരുന്നും പോകുന്നും എല്ലാവരുടെയും കാര്യത്തിൽ ഒരു ശ്രദ്ധ, ഫുഡായാലും ഒക്കെ ഈ ഇതായിരുന്നു. നല്ലൊരു ഇത്, അതാണ് എനിക്ക് വേണ്ടത്, അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. കാരണം ഞാനും ആ കാര്യത്തിലൊക്കെ ശ്രദ്ധിക്കും, ഹോൾ പ്രൊഡക്ഷനെ പറ്റി. ഒരു പ്രശ്നം എവിടെ ഉണ്ടാവരുത് എൻ്റെ പ്രൊഡക്ഷന്. കാരണം നമുക്കൊരു പീസ്ഫുൾ ആയിട്ടല്ലേ വർക്ക് ചെയ്യാൻ പറ്റുന്നത്. ഞാൻ റീസെൻ്റ്ലി മല്ലിക സുമാനെ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ ആൻറ്റി ഇങ്ങനെ പറയായിരുന്നു, പൊന്നി പണ്ടത്തെയൊക്കെ പ്രൊഡക്ഷൻ എന്നൊക്കെ പറഞ്ഞാൽ തന്നെ ഇപ്പം ആർക്ക് വേണേലും ഒരു പ്രൊഡ്യൂസർ ആകാം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പം ഇങ്ങനെ കേൾക്കുന്നത് ഒരു അഭിമാനം തന്നെയല്ലേ ഷീലു ചേച്ചി? ഇതൊക്കെ ഇപ്പോൾ തമിഴിലും തെലുങ്കിലും ഒക്കെയാണ് ഇത്തരം പ്രൊഡക്ഷൻസ് ഉള്ളത്. അവിടെ പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ എല്ലാ ആർട്ടിസ്റ്റും അതിൻ്റെ മര്യാദ കൊടുത്തുകൊണ്ടും അവരുടെ ആ ഒരു ടൈമും എല്ലാം കീപ്പപ്പ് ചെയ്തുകൊണ്ടൊക്കെയാണ്. അതുപോലെയാണ് ആ മൂവീസ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഞാൻ വെറുതെ പറയല്ല, കാരണം ഞാൻ ഇതുവരെ ഇപ്പൊ ഈ കഴിഞ്ഞ സിനിമ, അതായത് ഇതിന് മുന്നത്തെ സിനിമകളൊക്കെ മലയാളം സിനിമ ചെയ്തതൊക്കെ പുതിയ പ്രൊഡ്യൂസേഴ്സ് ആണ്, എല്ലാം ആണ് ഒക്കെ. പക്ഷെ അവരൊരു വലിയ പ്രൊഡക്ഷൻ ഹൗസ് അല്ല. ആൻഡ് ഒരുപാട് ഫ്ലോസ്, ഒരുപാട് സംഭവങ്ങൾ നടക്കാറുണ്ട് അതിൻ്റെ ഒരു എന്താ പറയുക സ്കെഡ്യൂളിങ് കാര്യത്തിലൊക്കെ. അപ്പോൾ മൂവീസ് ഹിയർ ടു സ്റ്റേ.